ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ പ്രത്യേക പഠനം ബൈബിളിനെക്കുറിച്ചുള്ളതാണ്. ബൈബിളിനെക്കുറിച്ചുള്ള പഠന പരമ്പരയുടെ 103-ാമത്തെ അവതരണത്തിലാണ്. ബൈബിൾ. ഇപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഫലപ്രാപ്തിയുള്ള ഫലദായകമായ ഒരു വചന പഠനം എങ്ങനെയാണ് സാധ്യമാകുന്നത്. വളരെ പ്രധാനമാണ്. എന്ത് മനോഭാവത്തോടു കൂടിയാണ് നാം ബൈബിളിനെ സമീപിക്കേണ്ടത്? ഈ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാകുന്ന വിധത്തിൽ എങ്ങനെയാണ് ദൈവ സന്ദേശം നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയുന്നത്? ഈ വിഷയ പഠനത്തിൽ നാം പല കാര്യങ്ങൾ ഇതിനകം കണ്ടു. ഫലപ്രാപ്തിയുള്ള അതെങ്കിൽ ഫലദായകമായ ഒരു വചന പഠനം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും ദൈവവചനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ വചന പരിജ്ഞാനം, വചന പഠനം ഫലം കൊണ്ടുവരണം, പ്രയോജനം കൊണ്ടുവരണം. അതെങ്ങനെ സാധ്യമാകും? അതിനുവേണ്ട ചില അടിസ്ഥാന അവസ്ഥകൾ നാം കണ്ടു. ഒന്നാമത്, ഫലപ്രാപ്തിയുള്ള വചന പഠനം നടക്കണമെങ്കിൽ നാം ആദ്യം ബൈബിൾ ദൈവവചനമാണെന്ന് കൃത്യമായി വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കണം. ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ മക്കൾ ദൈവവചനത്തെ സ്നേഹിക്കും. ബൈബിളിലെ എല്ലാ വാക്കുകളും ദൈവത്തിൽ നിന്നുള്ളതാണ്, ദൈവത്തിൻ്റെ പുസ്തകമാണ്. രണ്ടാമത്, സുഫലമായ അഥവാ സഫലമായ ഒരു വചന പഠനത്തിന് തുറന്നതും ആത്മീകമായൊരു മനസ്സ് നമുക്കുണ്ടാകുകയും നാം മനസ്സിലാക്കുന്ന സത്യങ്ങൾ ഉത്സാഹത്തോടെ അംഗീകരിക്കാൻ കഴിയുകയും വേണം. ദൈവം നമ്മോട് ഇടപെടുമ്പോൾ പല സത്യങ്ങൾ വെളിപ്പെടുത്തും വചനത്തിലൂടെ. അത് തുറന്ന മനസ്സോടെ സ്വീകരിക്കാനും അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാകണം. മൂന്നാമത്, വചന പഠനത്തിന് സഹായകരമായിട്ടുള്ള അറിവുകൾ, ചിലപ്പോൾ ഭാഷയാകാം, ചരിത്രമാകാം, സംസ്കാരമാകാം, അതിന് നമുക്ക് കഴിയുമെങ്കിൽ അത് നേടാനായിട്ട് ശ്രമിക്കണം. ഏത് ഭാഷയിലാണോ ബൈബിൾ വായിക്കുന്നത് ആ ഭാഷ മനസ്സിലാക്കണം. ചിലപ്പോൾ ബൈബിൾ ചരിത്രങ്ങൾ പഠിക്കേണ്ടി വരും. കഴിവുള്ളവർ അത് ശ്രമിക്കുക. ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കണം ഇതെല്ലാം ചെയ്യുന്നത്. നാലാമത്, വചനത്തെ സമീപിക്കുമ്പോൾ ഫലപ്രാപ്തിയുള്ള ഒരു വചന പഠനം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതം പ്രാർത്ഥനാ നിർഭരമായിരിക്കണം, ദൈവഭക്തിയുള്ളവരായിരിക്കണം. ദൈവത്തെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന പ്രാർത്ഥനാ ജീവിതമുള്ളവരായിരിക്കണം. ഈ വചനം, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ആ നിക്ഷേപങ്ങളെ കുഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ. അഞ്ചാമതായിട്ട് നമ്മൾ കണ്ടത്, സ്ഥിര സ്വഭാവം വേണം. മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ സമയം കിട്ടുമ്പോൾ മാത്രം വായിക്കുന്നൊരു ഗ്രന്ഥമാകരുത്. ഒരു സ്ഥിര സ്വഭാവമായിരിക്കണം വചന വായന. അതിൽ നിന്ന് മാത്രമേ കൃത്യമായി ക്രമപ്രകാരമുള്ള ഒരു വായനയിലൂടെ മാത്രമേ നമുക്ക് പ്രയോജനമുണ്ടാവുകയുള്ളൂ. ഈ വിഷയങ്ങൾക്ക് ശേഷം നമ്മൾ പിന്നീട് ചിന്തിക്കാൻ ആരംഭിച്ചത് ശരിയായ മനോഭാവത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഫലദായകമായ വചന പഠനത്തിന് ആവശ്യമായിരിക്കുന്ന 5 ഘടകങ്ങൾ നമ്മൾ കണ്ടതോടൊപ്പം തന്നെ ശരിയായ മനോഭാവം ആവശ്യമാണ്. ബൈബിളിൽ ചിലപ്പോൾ കഠിനമായ ഭാഗങ്ങളുണ്ട്. അല്ലാത്ത ഭാഗങ്ങളാണെങ്കിൽ പോലും നമ്മുടെ മനോഭാവം കൃത്യമായിരിക്കണം. ശരിയായ മനോഭാവം, ചിത്തഭാവം നമുക്കുണ്ടായിരിക്കണം. തെറ്റായ മനോഭാവത്തോടു കൂടി, തെറ്റായ ജീവിതത്തോടു കൂടി ബൈബിൾ വായിച്ചാൽ ഒരു പ്രയോജനവും ഉണ്ടാകില്ല. പൗലോസ് അപ്പോസ്തലൻ അതിനൊരു ഉദാഹരണം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. കൊരിന്ത്യ സഭയിലെ ജീവിതങ്ങൾ, അവിടുത്തെ വിശ്വാസികൾ. കാരണം അവരുടെ ജീവിതത്തിൽ ആത്മീകമായി ജഡീകമായി തകർന്നു പോയവരാണ്. അവരുടെ മനസ്സ് ലൗകികമാണ്. ലൗകിക മനസ്സുള്ളവർക്ക് ദൈവവചനത്തിലെ ആത്മീക സത്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. ഇവിടെ നമ്മുടെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല. മനസ്സ് ലോകപ്രകാരമുള്ള ചിന്തകളാണ്, ജഡീക ചിന്തകളാണ്, ദ്രവ്യാഗ്രഹത്തിൻ്റെ ചിന്തകളാണ്. ഈ ചിന്തകൾ നിറഞ്ഞു കിടക്കുന്ന ഒരു മനസ്സുകൊണ്ട് ബൈബിൾ വായിച്ചാലോ കേട്ടാലോ ഒരു പ്രയോജനമുണ്ടാകില്ല. ഈ കൊരിന്തിലുള്ള മനുഷ്യർക്ക് ദൈവസ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർ അന്യോന്യം സ്നേഹിക്കാൻ തയ്യാറായില്ല. കൊരിന്തിലുള്ളവർക്ക് ദൈവത്തിൻ്റെ കരുണ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വന്നു. കാരണം ഇവർ പരസ്പരം ആരോടും കരുണ കാണിക്കാത്തവരാണ്. ദൈവം, ത്രിയേക ദൈവമെന്നുള്ള ദൈവത്തിൻ്റെ ഏകത്വം, ഏകദാനത കൊരിന്തിലുള്ള വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല.
കാരണം അവർ വിഭാഗീയത ചിന്തകൾ കൊണ്ട് നടക്കുന്നവരാണ്. ഞങ്ങൾ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഞങ്ങൾ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്ന് അവർ തന്നെ കീറിമുറിച്ച വിഭാഗങ്ങളായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് അങ്ങനെ മനോഭാവമുള്ളവർക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റില്ല, ദൈവത്തിൻ്റെ ഏകത്വം മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലന് അവരോട് ആത്മികന്മാരോടെന്ന പോലെ അവരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് നേരിടുകയാണ്. ഈ കേൾക്കുന്ന മനുഷ്യർ അവരുടെ ജീവിതം പാകപ്പെട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു തത്വമാണ്. ബൈബിൾ പഠിക്കുന്ന എല്ലാവരും, വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണ്. ലൗകികമായ, ജഡീകമായ, ആത്മീകമല്ലാത്തൊരു വ്യക്തി ഒരിക്കലും ദൈവവചനം, ദൈവത്തിലെ ആത്മീക സത്യങ്ങൾ, അതിൽ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഉൾപ്പെടെ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. നാം ആദ്യം പാകപ്പെടണം, വിശുദ്ധരാകണം, ദൈവഭക്തി ഉണ്ടാകണം, പ്രാർത്ഥനാ ജീവിതമുള്ളവരാകണം, ദൈവത്തെ നമ്മൾ ശരിയായ തരത്തിൽ മനോഭാവത്തോടെ സ്വീകരിക്കാൻ തയ്യാറാകണം. എങ്കിലേ ഈ പുസ്തകം നമുക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ. ഇത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ 2 പത്രോസ് 3:18 ക്രിസ്തുവിൻ്റെ കൃപയിലും പരിജ്ഞാനത്തിലും വളരുവീൻ എന്ന് പറഞ്ഞത്. നമ്മൾ ഓരോരുത്തരും വളരേണ്ടത് ദൈവകൃപയിലും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലുമാണ്. പരിജ്ഞാനത്തിൽ, അറിവിൽ നാം വളരണം. ഇതേ അവസ്ഥ തന്നെയാണ് എബ്രായ സഭയോടും എബ്രായ എഴുത്തുകാരൻ പറയുമ്പോൾ എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ എബ്രായ എഴുത്തുകാരൻ ആ സഭയോട് പറഞ്ഞത് ഇപ്രകാരമാണ്: കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക്, ഇവിടെ ക്രിസ്തുവിലേക്ക് കടന്നു വന്നു, സ്നാനമേറ്റു, കർത്താവിൻ്റെ സഭയിലായി, പക്ഷെ ഇത്ര വർഷം കഴിഞ്ഞു. ഇപ്പോൾ മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള പരിജ്ഞാനവും പാകതയും പക്വതയുമൊക്കെ ലഭിക്കേണ്ടവരാണ്. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടക്കന്മാർ ആയിരിക്കേണ്ട നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ച് തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനല്ലോ, അവൻ ശിശുവല്ലോ. ഇത്ര വർഷമായിട്ട് പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിലെ കട്ടിയായ ആത്മീക ആഴങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അത് ദഹിക്കുന്നില്ല അവർക്ക്. ഇപ്പോഴും ശിശു, കാരണം വളരുന്നില്ല. ആത്മീക വളർച്ചയുള്ളവർക്കാണ് ആത്മീക സത്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സഭയിൽ, കർത്താവിൻ്റെ സഭയിലുള്ള എല്ലാ അംഗങ്ങളും തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കണം. എങ്കിലും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. എന്തിനാണ് നമ്മൾ വചനം പഠിക്കുന്നത്? നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് മാത്രമല്ല. നമുക്ക് ലഭിക്കുന്ന ആത്മീക സത്യങ്ങൾ ആവശ്യമുള്ള ഒരു സമൂഹം നമ്മുടെ ചുറ്റിലുമുണ്ട്. ചിലപ്പോൾ കുട്ടികളാകാം, ഭർത്താവും ഭാര്യയാകാം, അയൽവക്കത്തുള്ളവരാകാം, ബന്ധുക്കളും ചർച്ചക്കാരുമാകാം. അവർക്കിത് പകർന്നു കൊടുക്കണം. പകർന്നു കൊടുക്കണമെങ്കിൽ നമുക്ക് നല്ല ബോധ്യം വേണം, നിശ്ചയം വേണം. നമുക്കറിയാം, സഭയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ വചനപരിജ്ഞാനം ദൈവം നൽകി ഉപദേഷ്ടക്കന്മാരായി ദൈവമാക്കി വെച്ച മനുഷ്യരുണ്ട്. അവരുടെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. അവർക്ക് നല്ല രീതിയിൽ ആശയവിനിമയം ചെയ്ത് ദൈവത്തിൻ്റെ സത്യങ്ങളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ, കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി അവർക്ക് ലഭിച്ചിരിക്കുന്നു. അതാണ് വ്യത്യാസം. വേറെ വ്യത്യാസമൊന്നുമില്ല. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ കർത്താവ് തൻ്റെ സഭയ്ക്ക് നൽകിയ വരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു: സ്വർഗത്തിലേക്ക് കയറിപ്പോയ കർത്താവ് എന്താ ചെയ്തത്? അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും, ഉപദേഷ്ടക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. എന്തിനാണ്? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. സഭയിലുള്ള ഓരോ അംഗങ്ങളും ക്രിസ്തുവിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഒരുപോലെ മനസ്സിലാക്കണം. പരിജ്ഞാനത്തിലുള്ള ഐക്യത എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത, വിശ്വാസത്തിലുള്ള ഐക്യത. അതിനുവേണ്ടി ചിലർ ദൈവവചനം കൈകാര്യം ചെയ്യുന്നു. പക്ഷേ ഇത് അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. സഭയിലെ എല്ലാ അംഗങ്ങൾക്കും ഇപ്രകാരം ഒരു കഴിവുണ്ടാകണമെന്നാണ്, പരിജ്ഞാനത്തിൻ്റെ പക്വത ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അത് ഉത്തരവാദിത്തമാണ്. സഭയിലെ എല്ലാ അംഗങ്ങളും വചനപരിജ്ഞാനം പ്രാപിക്കണം. എങ്കിലേ സഭയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റും. എല്ലാവരും അവരുടെ താലന്തുകൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്ന ഈ തരത്തിലുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണം. അതിന് വചന പഠനമല്ലാതെ മറ്റൊരു മാർഗമില്ല. വചനപഠനം, ഒരു അധ്യാപകൻ, ഉപദേഷ്ടാവ് വചനം പഠിപ്പിക്കുന്ന പോലെ ആ ഒരു മനസ്സെങ്കിലും ഉണ്ടാകണം. വചനം പഠിച്ചത് മറ്റുള്ള അറിയിച്ചു കൊടുക്കാൻ. ഈ വെളിച്ചത്തിൽ നാം എല്ലാ വിധത്തിലുമുള്ള ഉത്സാഹം, ശ്രമമെടുക്കണം.
ആത്മീയമായി വളരാൻ. കാരണം എന്നാലേ വചനം പഠിക്കാൻ പറ്റൂ. സ്നേഹിക്കുന്നതിൽ വളരണം, എങ്കിലേ ദൈവസ്നേഹം മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കൊരിന്ത്യർ സഭയുടെ അവസ്ഥ കണ്ടു. ക്ഷമിക്കുന്നതിൽ വളരണം, എങ്കിലേ ദൈവത്തിൻ്റെ ആഴമുള്ള പാപക്ഷമയെക്കുറിച്ച് പഠിക്കാൻ പറ്റൂ. എപ്പോഴും ഇത് മനസ്സിലാക്കണം. ദൈവവചനത്തിലൂടെ നമ്മുടെ ആത്മീയത്തിന് വർധന ഉണ്ടാകണം, സ്വഭാവത്തിന് മാറ്റം വരണം, അല്ലെങ്കിൽ വചന പഠനം അടഞ്ഞു പോകും. എന്തുകൊണ്ടാണ് അനേകർ ബൈബിൾ ക്ലാസ്സിനും മറ്റും പങ്കെടുക്കാത്തത്? അവിടെ ജീവിതം വളരുന്നില്ല. ജീവിതത്തിൽ അവിടെ സ്വഭാവങ്ങൾ ദൈവഹിതപ്രകാരമുള്ളതല്ല. അവർക്ക് ആത്മീക വളർച്ച പ്രാപിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത്. ഇതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ തരത്തിൽ നമ്മൾ ആത്മീകമായി വളരുവാൻ, പരിജ്ഞാനം പ്രാപിക്കാൻ വേണ്ട ചില കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങൾ മാത്രം ഇന്ന് അവതരിപ്പിക്കുക, ബാക്കി അടുത്ത പഠനത്തിൽ. 1, സത്യത്തെ സ്നേഹിക്കണം. ദൈവവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ദൈവവചനത്തെ ആഴമായി സ്നേഹിക്കണം. ശരിയായ തരത്തിൽ ദൈവവചനത്തെ സ്നേഹിച്ചാൽ, ആഴമായി സ്നേഹിച്ചാൽ മാത്രമേ ദൈവവചനത്തെ നമുക്ക് ശരിയായി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ദാവീദ് സങ്കീർത്തനം എഴുതുമ്പോൾ 119 സങ്കീർത്തനത്തിൻ്റെ 97 വാക്യത്തിൽ ദാവീദ് പറഞ്ഞത് ഇപ്രകാരമാണ്. 119 സങ്കീർത്തനം മുഴുവനും ദൈവവചനത്തെക്കുറിച്ചാണ്. അതിൽ 97 വാക്യം പറഞ്ഞു, നിൻ്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടവിടാതെ അതെൻ്റെ ധ്യാനമാകുന്നു. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പ്രിയമാണ്. ലോകത്തിലെ മറ്റെന്തിനേക്കാളും തനിക്ക് ഇഷ്ടം ദൈവവചനമാണ്. നമ്മൾ എത്ര പേർക്കത് പറയാൻ കഴിയും? മറ്റെന്തിനേക്കാളും എനിക്കെൻ്റെ വസ്ത്രം, എൻ്റെ വീട്, എൻ്റെ മക്കൾ, എൻ്റെ കാറ്, അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം, ഇതാണ് എനിക്ക് പ്രിയം. ദാവീദ് പറഞ്ഞു, ദൈവവചനമാണ് എനിക്ക് പ്രിയം, തേനിനേക്കാളും തേൻകട്ടയേക്കാളും മധുരമുള്ളതാണ്. ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ളൊരു വ്യക്തി വചനം പഠിക്കാതിരിക്കില്ല, പഠിക്കുന്നത് നിർത്തില്ല. മറ്റുള്ളവരൊക്കെ പെട്ടെന്നൊരു ചടങ്ങ് പോലെ വരും, 2 ദിവസം ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നിർത്തിക്കളയും. അവരുടെ ഹാജർ വന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. പക്ഷെ വചനത്തോട് സ്നേഹമുള്ളൊരു വ്യക്തി, ദൈവത്തോട് സ്നേഹമുള്ളൊരു വ്യക്തി, ഇത് സ്വഭാവമായി തുടരും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്യും. അതിലെ തത്വങ്ങൾ ആ വ്യക്തിക്ക് വെളിപ്പെടും. ഇപ്പം ജഡീകമായ മനസ്സ് വചനപരിജ്ഞാനത്തിന് തടസ്സമാണ്. നമ്മുടെ മനസ്സ് ജഡീകമാണോ, ലൗകികമാണോ, എങ്കിൽ ആ വചനപരിജ്ഞാനം ലഭിക്കില്ല. എന്തുകൊണ്ടാണ് അനേകങ്ങൾ വചനം പഠിക്കാത്തത്? ഇതിന് പ്രധാനപ്പെട്ട കാരണം അവർ വചനത്തെ സ്നേഹിക്കുന്നില്ല. ന്യായപ്രമാണത്തെ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ഭാഗ്യവാനാണ്, കാരണം വചനത്തിൽ സന്തോഷിക്കുകയാണ്. അത് വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ സന്തോഷമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വചനത്തെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾക്ക് പേടിയുണ്ട്, ഞെട്ടലുണ്ടാക്കും. അതെന്താണ്? ദൈവവചനത്തെ അല്ലെങ്കിൽ സത്യത്തെ നാം സ്നേഹിക്കാതിരുന്നാൽ, അതൊരു ജീവിതത്തിൽ സത്യത്തെ സ്നേഹിക്കാത്ത ജീവിതമാണെങ്കിൽ, ഭോഷ്ക്, വ്യാജം, കള്ളം വിശ്വസിക്കാൻ ദൈവം നമ്മുടെ മേൽ ഒരു ന്യായവിധി അയക്കും. ഭോഷ്കും കള്ളവും അസത്യവും വിശ്വസിക്കും. പക്ഷെ അത് അസത്യമാണെന്നും ഭോഷ്കാണെന്നും വ്യാജമാണെന്നും അവർക്ക് അറിയാൻ പറ്റില്ല. സത്യമാണെന്ന രീതിയിൽ അത് കൊണ്ടു നടക്കും. കാരണം അവർ ദൈവവചനത്തെ സ്നേഹിക്കുന്നില്ല. വചനത്തെ സ്നേഹിക്കാതെ, കൈക്കൊള്ളാതെ, സ്വീകരിക്കാതെ അതിനെതിരെ മുഖം തിരിച്ച് നിന്നാൽ ദൈവം അവരിലേക്ക് അയക്കുന്ന ന്യായവിധിയാണ് ഭോഷ്ക്, സത്യം, കള്ളം വിശ്വസിക്കുവാനുള്ളൊരവസ്ഥ. അവിശ്വസനീയമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ദൈവം അങ്ങനെയാണ് ചിലരെ ശിക്ഷിക്കുന്നത്. ബൈബിളിലുള്ള കാര്യമാണിത്. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക ലേഖനത്തിൽ, അതിൻ്റെ 2-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 9 മുതൽ നമുക്കൊന്ന് വായിക്കാം. 9-ാമത്തെ വാക്യം ഒരു അടിസ്ഥാനത്തിന് വായിക്കുന്നതേ ഉള്ളൂ. 10 മുതലാണ് ശ്രദ്ധിക്കേണ്ടത്. 9-ാം വാക്യം ഇങ്ങനെ പറയും: അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. പിശാചിനെക്കുറിച്ചാണ്, പൈശാചിക പ്രവർത്തനം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജ്യമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും. നമ്മൾ വിശദമാക്കുന്നില്ല. വലിയൊരു വിഷയമാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന അന്ധകാര ശക്തിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ദൈവത്തെ സ്നേഹിക്കാത്തവർക്ക് അതെല്ലാം സത്യമാണെന്നൊരു ചിന്തയുണ്ടാകും. അത്ഭുതങ്ങളും അടയാളങ്ങളുടെ പിന്നാലെ പോകുന്ന അവസ്ഥയാണ്. അതെല്ലാം വ്യാജ്യമാണെന്ന് ദൈവം പറയുന്നു. ദൈവമല്ല പ്രവർത്തിക്കുന്നത്, വ്യാജ്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അവരതിൽ സ്വാധീനിക്കപ്പെടുന്നത്? 10-ാം വാക്യം: അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. വചനത്തെ ശരിയായിട്ട് സ്നേഹിക്കുകയും
അത് കൈക്കൊള്ളുകയും ചെയ്താൽ ഈ വ്യാജ്യമായ അത്ഭുതങ്ങളും അടയാളങ്ങളും അനീതിയുടെ വഞ്ചനയിലേക്കും ആകർഷിക്കപ്പെടില്ല. അവർക്കറിയാം അത് വചനപ്രകാരം തെറ്റാണ്. ദൈവം അങ്ങനെയല്ല ഇന്ന് പ്രവർത്തിക്കുന്നത്. ദൈവം ഇന്ന് വചനത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളും പൈശാചിക പ്രവർത്തനങ്ങളാണ്. ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിവുണ്ട്, അതിന് സംശയമില്ല. പക്ഷെ നമ്മുടെ ചുറ്റും ആത്മീയ ഗോളത്തിൽ സ്റ്റേജ് കെട്ടി കാട്ടിക്കൂട്ടുന്നതെല്ലാം പൈശാചിക പ്രവർത്തനങ്ങളാണ്. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ അവിടേക്ക് ഇത്രയും ആൾക്കാർ കയറി ചെല്ലുന്നത്? വചനം പഠിക്കാൻ ആരുമില്ല. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിലേക്ക് ആൾക്കാർ പോകുന്നതിൻ്റെ കാരണം അത് അവരുടെ ജീവിതം അങ്ങനെ ആയതുകൊണ്ടാണ്. എങ്ങനെയാണ് അവർ രക്ഷിക്കപ്പെടുവാൻ തക്കമാണ്? അവർക്ക് രക്ഷിക്കപ്പെടുക എന്നല്ല അവരുടെ ആവശ്യം. രോഗം മാറണം, മദ്യപാനം മാറണം, പ്രശ്നം മാറണം, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണം. ആത്മരക്ഷയെക്കുറിച്ചല്ല വിഷയം. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച്. ദൈവത്തോട് യാതൊരു സ്നേഹവുമില്ല. സ്നേഹിക്കുക മാത്രമല്ല, കൈക്കൊള്ളായികയാൽ. കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം പോലെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കാതിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ സംഭവിക്കും. വചനത്തിൽ നമ്മുടെ ഹൃദയത്തെ സ്ഥാനം കൊടുത്തില്ലെങ്കിൽ മറ്റ് പലതിന് സ്ഥാനം. എന്നിട്ട് വരുന്ന വാക്യമാണ് ശ്രദ്ധിക്കേണ്ടത്. സത്യത്തെ വിശ്വസിക്കാതെ, അപ്പോൾ സ്നേഹിക്കുക മാത്രമല്ല, കൈക്കൊള്ളുക മാത്രമല്ല, സത്യത്തെ വിശ്വസിക്കാതെ അടുത്തത് അനീതിയിൽ രസിക്കുന്ന, ഇങ്ങനെയുള്ള വചനവിരുദ്ധമായ കാര്യങ്ങൾ രസിക്കുന്നത്, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കും. അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ കൊണ്ടു നടന്ന് വിൽക്കുകയാണ്. അത്ഭുതം, അടയാളം. അങ്ങനെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും എന്ത് വരേണ്ടതിന്? ന്യായവിധി വരേണ്ടതിന്. ദൈവത്തിന് ന്യായവിധി ഏത് തരത്തിലാണ്? ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാർ. ഭോഷ്ക് എന്ന് പറഞ്ഞാൽ വ്യാജം, അസത്യം, കള്ളം. ഭോഷ്ക് വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. ദൈവം അവരെ വെറുത്തയച്ചതല്ല ഇത്. കാരണം അവരുടെ ജീവിതത്തിൽ സത്യം വേണ്ട, വചനം വേണ്ട, അത് കൈക്കൊള്ളാൻ തയ്യാറല്ല, രക്ഷിക്കപ്പെടാൻ തയ്യാറല്ല, പാപോധനം പ്രാപിക്കാൻ തയ്യാറല്ല. അത്ഭുത അടയാളങ്ങൾ പിന്നാലെ ഓടും. ദൈവം പറയും, നിങ്ങൾ അതിൽ തന്നെ കിടന്നാൽ മതി, അത് വിശ്വസിച്ചോ. പക്ഷെ അത് കള്ളമാണ്, വ്യാജമാണ്. പക്ഷെ അത് കള്ളമാണെന്നും വ്യാജമാണെന്നും നാശത്തിലേക്ക് പിശാചിൻ്റെ കൂടെയാണെന്നുള്ളത് അവർക്കറിയില്ല. അവരതിൻ്റെ പ്രചാരകന്മാരായി നടക്കും. ഓരോ വീട് തോറും നുളഞ്ഞ് കിടക്കും, മറ്റുള്ളവരെയും വലിച്ചെടുക്കാൻ ശ്രമിക്കും. പക്ഷെ അവർ ന്യായവിധിയുടെ കീഴിലാണ്. ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ മേലുണ്ട്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഇത് ആത്മീയഗോളത്തിൽ സത്യമാണ്. അപ്പോൾ ഒന്നാമത് സത്യത്തെ സ്നേഹിക്കണം, സത്യം വചനത്തെ സ്നേഹിക്കണം. രണ്ടാമത് വിശ്വാസമുണ്ടാകണം. വിശ്വാസത്തിൻ്റെ അടിസ്ഥാന വചനമാണ്. പൗലോസ് അപ്പോസ്തലൻ കൃത്യമായി പറഞ്ഞു, റോമാലേഖനം 10:17, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അത് വളരെ പ്രധാനമാണ്. എബ്രായലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വളരെ പ്രധാനമാണ്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും കാരണം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ദൈവത്തിൻ്റെ അടുക്കൽ കയറി വരുമ്പോൾ ദൈവം നോക്കുന്നു എങ്ങനെയുള്ള വസ്ത്രം ഇട്ടിരിക്കുന്നു, എത്ര പുതിയ ബൈബിളാണ്, നോട്ട്ബുക്കും പാഠപുസ്തകവും ഉണ്ടോ. ഇതൊന്നുമല്ല ദൈവം നോക്കുന്നത്. വിശ്വാസമുണ്ടോ നിനക്ക്? ദൈവത്തിൽ കയറി വരുന്ന നിനക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? നീ പാടുമ്പോൾ ദൈവവിശ്വാസത്തിലാണോ? വചനം വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ ദൈവവിശ്വാസത്തിൽ നിന്നുകൊണ്ടാണോ ആ ശുശ്രൂഷ ചെയ്തത്? ദൈവം പല കാര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്താതെ മറച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മളറിയാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം ഇപ്രകാരം പറയും. ചില ഇംഗ്ലീഷും മലയാളം ബൈബിളിൽ നമ്പറുകൾക്ക് വ്യത്യാസം വരും. ആവർത്തനം 29-ൻ്റെ 28 മലയാളത്തിൽ ഇങ്ങനെയാണ്: മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളത്. മറച്ച് ദൈവം വെച്ചിട്ടുണ്ട്. ചില കാര്യം നമ്മൾ അറിയേണ്ട കാര്യമില്ല, നമ്മൾ അതന്വേഷിച്ച് നടക്കണ്ട. അറിയേണ്ട കാര്യം ആദ്യം അറിഞ്ഞാൽ മതി. മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ. വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാണ്. വെളിപ്പെട്ടിരിക്കുന്നത് നമ്മൾ അനുസരിക്കണം. അപ്പോൾ മറിഞ്ഞിരിക്കുന്ന നമുക്ക് അറിയേണ്ടതാണെങ്കിൽ താനേ അറിയും. അതാണ് ദൈവത്തിൻ്റെ ഹിതം. അപ്പോൾ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിനുള്ളത്. അപ്പോൾ നാം മനസ്സിലാക്കണം, വെളിപ്പെട്ടിരിക്കുന്നവ എന്തിനാണ്? നാം അറിയാൻ, അനുസരിക്കാൻ, നമുക്ക് നമ്മുടെ മക്കൾക്കും. അപ്പോൾ നമ്മൾ അറിയണമെന്നുള്ളത് ദൈവഹിതമാണ്. വെളിപ്പെടുത്തിയ കാര്യങ്ങൾ നാം അറിയണം. ബൈബിൾ പുസ്തകത്തെ അല്ല പൂജിക്കേണ്ടത്, ദൈവത്തെയാണ് നമസ്കരിക്കേണ്ടത്. അതിന് ദൈവത്തെ അറിയണമെങ്കിൽ വചനം വായിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കണം. വചനം വായിക്കണം. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, നമ്മളത് അറിയണം. ഈ പരിജ്ഞാനത്തിലെത്തണം, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തണം. അതിന് സത്യം പഠിക്കണം, വായിക്കണം. ചില സമയത്ത് ചില പ്രത്യേക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല. ദൈവം ഇടപെടുന്ന ചെറിയ രീതികൾ, നിത്യതയിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു, ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പല കാര്യങ്ങളെല്ലാം വ്യക്തമായി കാണാൻ സാധിച്ചെന്ന് വരില്ല.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ദൈവം എഴുതിയ വചനം എഴുതാൻ ഉപയോഗിച്ച മനുഷ്യരുടെ ചെറിയ സൂചനകൾ മാത്രമായിരിക്കും തന്നിരിക്കുന്നത്. നമ്മുടെ അറിവിനപ്പുറമുള്ള കാര്യങ്ങളുണ്ട്, യാതൊരു സംശയവുമില്ല. നമ്മൾ നിരാശപ്പെടേണ്ട കാര്യവുമില്ല. ദൈവവചനത്തിലെ ചില പ്രധാനപ്പെട്ട കട്ടിയായുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് ചെറിയ സൂചനകൾ മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ചൊക്കെ അത് ഈ ലോകത്തിന് അപ്പുറമുള്ള വിഷയങ്ങളാണ്. നമ്മളതിനെക്കുറിച്ച് നിരാശപ്പെട്ട യാതൊരു കാര്യവുമില്ല. അവിടെ നമ്മൾ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ വചനത്തിൽ വെച്ച് ദൈവം എന്താ പറഞ്ഞത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും ദൈവം. റോമർ 8:28. ദൈവം പ്രവർത്തിക്കും, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവം നമ്മുടെ ജീവിതത്തിൽ പക്ഷേ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തിൻ്റെ വചനത്തെ വായിച്ച് പഠിക്കണം. വാക്കുകൾ ആശയവിനിമയത്തിനുള്ള വാഹനമാണ്. നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിലൂടെയാണ് നമ്മുടെ ആശയം മറ്റുള്ള ഒരാളിലേക്ക് പകരുന്നത്. ഈ വാക്കുകൾ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ചിന്തകൾ, ബന്ധങ്ങൾ, സംഭവങ്ങൾ, ലോകത്തിലെ അവസ്ഥകളിലാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ വാക്കുകളിലൂടെ മറ്റൊരാളിലേക്ക് പകരുന്നത്. ദൈവം മനുഷ്യരോടും ഈ തരത്തിലാണ് ദൈവത്തിൻ്റെ ആശയം ദൈവം വിനിമയം ചെയ്തത്, സംസാരിച്ചത്. പക്ഷേ ദൈവത്തിനൊരു പരിധിയുണ്ട്. കാരണം ദൈവികമായ ആഴമേറിയ കാര്യങ്ങൾ നമുക്കറിയാവുന്ന ഭാഷകളിലൂടെ എല്ലാം പറയാൻ പറ്റില്ല. ദൈവം അതുകൊണ്ട് പരിമിതപ്പെടുകയാണ്. ദൈവത്തിന് നമ്മോട് പറയാൻ ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. സ്വർഗത്തിലുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളെങ്ങനെ വിശ്വസിക്കും എന്ന് ക്രിസ്തു ചോദിച്ചതുപോലെ. അതുകൊണ്ട് ദൈവം വളരെ പരിമിതമായി നമുക്കറിയാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് അറിയിച്ചു തന്നിട്ടുള്ളത്. ആത്മീയ ലോകത്തിലെ, സ്വർഗത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നാൽ അനുഭവിക്കുന്ന വാക്ക് ഭൂമിയിലില്ല. അതുകൊണ്ടാണ് മൂന്നാം സ്വർഗം വരെ പോയ പൗലോസിനോട് അവിടെ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഭൂമിയിൽ ആരോടും പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് തടഞ്ഞത്. കാരണം ഇത് ഭൗതിക ലോകമാണ്. ആത്മീയ ലോകത്തിലെ, സ്വർഗീയ ലോകത്തിലെ കാര്യങ്ങളൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. മൂന്നാമത്തെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ, ബാക്കി അടുത്ത ദിവസം ചിന്തിക്കാം. സാമാന്യ ബോധം വേണം. വചന പഠനത്തിന് സാമാന്യമൊരു ബോധമുണ്ടായിരിക്കണം. അത് നമുക്ക് പ്രായോഗിക തലത്തിൽ പ്രയോജനം ചെയ്യും. വചന പഠനത്തെ നമ്മൾ സമീപിക്കുമ്പോൾ നല്ല ന്യായബോധത്തോടെ, നല്ല യുക്തിബോധത്തോടെ സമീപിക്കണം. സാമാന്യബോധം, ഇംഗ്ലീഷിൽ ഗുഡ് സെൻസ് എന്ന് പറയും, കോമൺ സെൻസ്. കാരണം ബൈബിൾ നൽകപ്പെട്ട കാലത്തുള്ള മനുഷ്യരെക്കുറിച്ച് ചിന്തിച്ചാൽ സാധാരണ മനുഷ്യർക്ക് നൽകപ്പെട്ടതാണ്. സാധാരണ നമ്മെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് വായിക്കാൻ, മനസ്സിലാക്കാൻ വേണ്ടി നൽകപ്പെട്ടതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. സാധാരണ രീതിയിൽ ബൈബിളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നവയാണ്. നമ്മളതിനെ ബുദ്ധിമുട്ടാക്കി മാറ്റരുത്. ശരിയാണ്, ചില ഭാഗങ്ങൾ നമ്മുടെ വളർച്ചയ്ക്കയുടെ തോതനുസരിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും, ഗ്രഹിക്കാൻ ബുദ്ധിമുട്ട് പലതുണ്ടെന്ന് പൗലോസിൻ്റെ ലേഖനത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ സംശയമില്ല. പക്ഷേ ഒരു രക്ഷയ്ക്ക് വേണ്ട, വിശുദ്ധ ജീവിതം നയിക്കുവാൻ, ആത്മീയ ജീവിതം ജീവിക്കുവാൻ, രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളതിൻ്റെ അടിസ്ഥാന വിഷയങ്ങൾ വ്യക്തമാണ്, ലളിതമായിട്ടാണ് ദൈവം നൽകി തന്നിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത് നമ്മൾ ആ തരത്തിൽ വേണം മനസ്സിലാക്കാൻ. മനുഷ്യരാണ് പലതിനെയും കോട്ടിക്കളഞ്ഞ് അതിനെ ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റുന്നത്. ഇപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുകയാണ് എന്ന നിലയിൽ വേണം നമുക്കതിനെ കാണാൻ. വചനത്തെ വ്യക്തിപരമാക്കണം. ദൈവം എന്നോട് സംസാരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സാധിച്ചാൽ നമുക്ക് വചനം വായിക്കാൻ താല്പര്യം വർദ്ധിക്കും. വചനത്തിൽ പറയുന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ താല്പര്യം കൂടും. ദൈവം എന്നോട് സംസാരിക്കുകയാണ്, എൻ്റെ ജീവിതത്തെ നയിക്കുകയാണ്, നിയന്ത്രിക്കുകയാണ്, നടത്തുകയാണ്, പരിപാലിക്കുകയാണ്. അങ്ങനെയാണ് ദൈവം എൻ്റെ ജീവിതത്തോട് ഇടപെടുന്നത്. ആ ഒരു പ്രതീക്ഷയോടുകൂടി വചനം വായിച്ചാൽ, നമ്മൾ വായിക്കേണ്ട നിലയിൽ വായിക്കേണ്ട കാര്യങ്ങൾ വായിച്ചാൽ, അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമാണ്. ദൈവം നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കും. ദൈവം ഇന്ന് ജീവനുള്ള ദൈവമാണ്. ദൈവം സംസാരിച്ച് നിർത്തി പോയില്ല. നമ്മോട് ഇന്നും എഴുതപ്പെട്ട വചനത്തിലൂടെ സംസാരിക്കുകയാണ്. ശബ്ദമൊന്നും കേൾക്കാൻ പറ്റില്ല, പക്ഷേ ആത്മീകമായി നമ്മെ നയിക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുക. 1, സത്യത്തെ സ്നേഹിക്കുക. 2, വിശ്വാസമുള്ളവരാകുക. വചന വായനയിൽ, വചന പഠനത്തിൽ സാമാന്യ ബോധത്തോടെ വായിക്കുക. തുടർന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത അവതരണത്തിൽ നമ്മൾ ചിന്തിക്കുന്നതാണ്. മറക്കരുത്, സത്യത്തെ സ്നേഹിക്കണം. ഇല്ലെങ്കിലുള്ള അപകടം നമ്മൾ കണ്ടു. ഒരു അന്ധവിശ്വാസം, വ്യാജം, തെറ്റ്, തിന്മ അതിൽ കൊടുങ്ങും. പക്ഷെ അറിയുക പോലുമില്ല നാം കിടക്കുന്ന തെറ്റിലാണെന്ന്. നമ്മൾ അതിൻ്റെ പ്രചാരകന്മാരായിത്തീരും. ഇതൊരു ന്യായവിധിയാണെന്ന് നമ്മൾ അറിയില്ല. ഒരു ന്യായവിധിയുടെ കീഴിലാണ് അവർ. ദുരുപദേശം പറയുന്ന എല്ലാവരും
ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കീഴിലാണ്. ഞാൻ പറഞ്ഞതല്ല. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 9 മുതൽ 12 വരെ ദൈവം പറഞ്ഞതാണ്. ന്യായവിധി ഇപ്പോഴേ ഉണ്ട്. ദൈവജനത്തോട് ഒരാളുടെ സമീപനത്തിൽ നിന്നറിയാം, സത്യത്തെ സ്നേഹിക്കുന്നതെന്നറിയാം ആ വ്യക്തി ഏത് പക്ഷത്താണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനത്തിൽ. താങ്ക് യു.